നമസ്കാരം. ഇന്ത്യയുടെ ഭീഷണിയേറ്റു POKയിൽ സമാധാനത്തിന് പാക് ഭരണകൂടം. POKയിലെ കൂട്ടക്കുരുതിയിൽ ഇടപെട്ട് പാകിസ്ഥാൻ ഭരണകൂടം സേന അക്രമത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലെ അവാമി ആക്ഷൻ കൗൺസിലുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാക് ഭരണകൂടം അറിയിച്ചിരിക്കുന്നു. അവാമി ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വച്ച 38 ആവശ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും അംഗീകരിക്കുന്നുവെന്ന് പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് പാകിസ്ഥാൻ ലഭിച്ചത്. പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനവുമായി മുന്നോട്ട് പോയാൽ ഗാസയുടെ അവസ്ഥയാകും പാകിസ്ഥാൻ എന്നായിരുന്നു ഇന്ത്യയുടെ മുന്നറിയിപ്പ്. അതിന് പിന്നാലെ പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായി, POKയിലെ സംഘർഷം കൈവിട്ടു പോവുകയാണ്. POKയിലെ സംഘർഷം ഇന്ത്യക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. ഇനിയും ഇടപെട്ടില്ലെങ്കിൽ, ഇനിയും POKയിൽ കശ്മീരികൾക്കെതിരെ വെടിയുതിർക്കുകയോ കശ്മീരികളെ ചുട്ടുകൊല്ലുകയോ ചെയ്താൽ ഇന്ത്യ ഏത് നിമിഷവും ഇടപെടാം. ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടായാൽ POKയിലെ ജനങ്ങൾ ഒന്നടങ്കം ഇന്ത്യക്കൊപ്പം ചേരും. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനോ അതിനെ തടുക്കാനോ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കഴിയില്ല. POKയിൽ നിരപരാധികളായ 22ഓളം കശ്മീരികളെയാണ് പാകിസ്ഥാൻ സേന വെടിവെച്ചു കൊന്നത്. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നിലവിലെ ജീവിക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് നയം അവസാനിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവാമി ആക്ഷൻ കൗൺസിൽ തെരുവിൽ ചെറിയ തോതിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. എന്നാൽ ആ പ്രക്ഷോഭത്തിനെ മുൻകാലങ്ങളെ പോലെ അടിച്ചമർത്താനാണ് പാകിസ്ഥാൻ ഭരണകൂടം തയ്യാറായത്. മാത്രവുമല്ല, ഷഹബാസ് ഷെരീഫ് എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഭീകരന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ ഇല്ലായ്മ ചെയ്യാൻ പാക് സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തു. പിന്നീട് സംഭവിച്ചതോ, പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒത്താശയോടുകൂടി ജയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഭീകരന്മാർ പാകിസ്ഥാൻ ജനതയ്ക്ക് നേരെ, കശ്മീരി ജനതയ്ക്ക് നേരെ, POKയിലെ ജനതയ്ക്ക് നേരെ വെടിയുതിർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സ്വന്തം ജനതയ്ക്ക് നേരെ പാകിസ്ഥാൻ ബോംബിട്ടു. കാരണം POKയിലെ ജനങ്ങൾ പാകിസ്ഥാനികളല്ല എന്നുള്ള മനോഭാവം പാകിസ്ഥാനുണ്ട്. അത് ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ള മനോചിന്ത അവർക്കുണ്ട്. പക്ഷേ ഇന്ത്യക്ക് POK വിട്ടു നൽകുക അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. ഈ POKയിലെ സംഘർഷത്തിന് പിന്നിൽ ഇന്ത്യ ആണെന്ന ആരോപണം ഷഹബാസ് ഷെരീഫ് ആരോപിക്കുമ്പോഴും ഇത് ഇന്ത്യക്കൊപ്പം പോകരുത്. POKയിലെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയാലും, POKയെ മുഴുവൻ കത്തിച്ച് ചാരമാക്കിയാലും ഒരിക്കലും POK ഇന്ത്യക്കൊപ്പം ചേരരുത് എന്നുള്ള ദുർവാശിയാണ് പാകിസ്ഥാന്റെ മനസ്സിലുള്ളത്, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും POK വിട്ടുപോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, POKയിലെ അവാമി ആക്ഷൻ കൗൺസിൽ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ, POKയിൽ പാകിസ്ഥാന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ, POKയിൽ നിന്ന് പാക് സൈന്യത്തെ ജനങ്ങൾ തുരത്തി ഒട്ടിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒടുവിൽ സമവായ നീക്കവുമായി പാകിസ്ഥാൻ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു തരത്തിലുള്ള രക്തച്ചൊരിച്ചിലും ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇനി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തില്ല, പ്രക്ഷോഭങ്ങളെ തെരുവിൽ നേരിടില്ല എന്ന് പാകിസ്ഥാൻ സൈന്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ മുഴുവനായി ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. POKയിലെ പ്രക്ഷോഭകാരികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു പാകിസ്ഥാൻ ഭരണകൂടം. POKയിലെ പ്രക്ഷോഭത്തിന് മുന്നിൽ ഷഹബാസ് ഷെരീഫ് മുട്ടുമടക്കിയിരിക്കുന്നു. തോക്കും പീരങ്കിയും ഉപയോഗിച്ച് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ ഭരണകൂടം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.